RIS ഫുട്ബോൾ ഫാമിലി പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടാണ് ഈ രാത്രി തന്നെ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബാഴ്സലോണ ആരാധകർക്ക് സന്തോഷ വാർത്തയുണ്ട്. മറ്റൊന്നല്ല, ലെമീൻ യമാൽ ബാഴ്സയുമായിട്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്തിരിക്കാൻ 2031 വരെയാണ് നീണ്ട 6 വർഷത്തെ കോൺട്രാക്റ്റാണ് റിന്യൂവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് കുറേ റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. യമാൽ 50 മില്യണും 40 മില്യണൊക്കെ സാലറി ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് റൂമർ ഉണ്ടായിരുന്നു, ഇനി ബാഴ്സ കോൺട്രാക്ട് റിന്യൂ ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ യമാൽ ലാമാസയിൽ വളർന്ന് ബാഴ്സയ്ക്ക് വേണ്ടി ഇനി ഒരുപാട് കാലങ്ങൾ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അതെങ്ങനെയാണ് കോൺട്രാക്ട് സൈൻ ചെയ്യാണ്ട് പോവുക? അതൊക്കെ റൂമേഴ്സ് ഇങ്ങനെ അടിച്ചു വിടുന്നല്ല, അത് അടിച്ചു വിട്ടേ. അങ്ങനെ ബാഴ്സലോണ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയായിരിക്കുകയാണ് യമാലിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ. അതേപോലെ തന്നെ ജൂലൈ മാസം 13 യമാലിൻ്റെ ബർത്ത്ഡേക്ക് ബാഴ്സലോണയുടെ ഇതിഹാസ നമ്പർ ലയണൽ മെസ്സിയാണ്. ഇനി 10ാം നമ്പർ ജേഴ്സിയും കോൺട്രാക്റ്റും ഒരുമിച്ച് കൊടുക്കാനാണ് ബാഴ്സലോണ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് ബാഴ്സലോണ തീരുമാനിച്ചിരിക്കുന്നത്. അത് വല്ലാത്തൊരു എന്താ അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ 2 സീസണിൽ ബാഴ്സലോണയ്ക്ക് 10ാം നമ്പറിന് അധികാരി ഉണ്ടായിരുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ അൻസു ഫാത്തിക്കായിരുന്നു കൊടുത്തിരുന്നത്. അത് ഒരു സീസണിൽ തന്നെ അൻസു ഫാത്തി നിറം മങ്ങിയ ഒരു എന്താ പറയുക, ഒരു കരിയറിൽ അവിടെ തന്നെ അവസാനം കുറിച്ചു. മെസ്സിക്ക് പിൻഗാമി എന്ന് പറഞ്ഞിട്ട് വന്നത് അൻസു ഫാത്തിയാണ്. പക്ഷേ അൻസു ഫാത്തി എവിടെ എത്താതെ പരിക്കും ആളുടെ ഫോമില്ലായ്മയൊക്കെ കൂടിയിട്ട് അങ്ങനെയായി. പക്ഷേ യമാൽ ഈ സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, 17 വയസ്സിൽ അടുത്ത മെസ്സിക്കുള്ള കാത്തിരിപ്പിലായിരുന്നു ബാഴ്സലോണ ആരാധകർ. അത് ഇത്രയും പെട്ടെന്നാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടിയിട്ട് 17 വയസ്സിൽ 106 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ 25 ഗോളും 34 അസിസ്റ്റും നേടി. ചെറിയ കാര്യമല്ല. ഒരു 17 വയസ്സുള്ളൊരു ചങ്ങായിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഈ സീസണിൽ തന്നെ 18 ഗോളും 22 അസിസ്റ്റും നേടിയിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, ഈ 17 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിനി വരുന്ന സീസണിൽ ഒരുപാട് പ്രതീക്ഷിക്കാം അല്ലേ? ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.